ദൈവത്തിനു സ്തുതി. ലോകചരിത്രത്തിലെ മറക്കാനാവാത്ത ദിവസമാണ് 1945 ആഗസ്റ്റ് 6. ജപ്പാനിലെ ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് പതിച്ച ദിനം. രാവിലെ 8:15 എനോള ഗെ എന്ന അമേരിക്കൻ B-29 ബോംബർ വിമാനം ലിറ്റിൽ ബോയ് എന്ന പേരിൽ അറിയപ്പെട്ട അത്യുഗ്ര പ്രഹരശേഷിയുള്ള അണുബോംബ് ഹിരോഷിമ നഗരത്തിന് 1900 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വർഷിച്ചു. ബോംബ് നിപതിച്ച സ്ഥലത്ത് നിന്ന് ആകാശത്തോളം അഗ്നിഗോളം പടർന്നു. ആ നിമിഷം തന്നെ 2 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള സകലതിനെയും അത് നിശേഷം ചാമ്പലാക്കി. ഈ സ്ഫോടനത്തിന്റെ ശക്തിയാൽ 80,000-ഓളം ജനങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. റേഡിയേഷന്റെ ഫലമായി വർഷാവസാനമായപ്പോഴേക്കും മരിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇന്നും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് അന്നത്തെ അണുബോംബിൻ കറുത്ത ഓർമ്മകൾ കടന്നുവരുന്നത്. ഇത്തരത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി കടന്നുപോയ ദുരന്തത്തിന് നടുവിലും വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിച്ചു. ബോംബ് പതിച്ച സ്ഥലത്തുനിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഇടവക ദൈവാലയത്തോട് ചേർന്ന് ഒരു ഈശോസഭ ആശ്രമവും അവിടെ 8 സന്യാസികളും ഉണ്ടായിരുന്നു. ഈ 8 പേരും അണുബോംബ് സ്ഫോടനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചുറ്റുമുള്ള കെട്ടിടങ്ങൾ നിശേഷം തകർക്കപ്പെട്ടപ്പോൾ ഈ ആശ്രമത്തിന് ചെറിയ കേടുപാടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്ഫോടനം നടക്കുമ്പോൾ 30 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ജർമ്മൻകാരനായ ഈശോസഭാ വൈദികൻ ഫാദർ ഹ്യൂബർട്ട് ഷിഫറാണ് ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായത്. 63-ാമത്തെ വയസ്സുവരെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ അദ്ദേഹം ജീവിച്ചു. 1976 പ്രസ്തുത അഭിമുഖത്തിന് അദ്ദേഹം തയ്യാറാകുമ്പോൾ അന്ന് ആ ആശ്രമത്തിലുണ്ടായിരുന്ന 8 സന്യാസികളും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: 1945 ആഗസ്റ്റ് 6 വിശുദ്ധ ബലിക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിക്കുവാനായി തയ്യാറെടുക്കുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. ഹിരോഷിമയിൽ പട്ടാളം ധാരാളമായി താമസിച്ചിരുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് വലിയ ഇടിമുഴക്കം പോലെ എന്തോ ശബ്ദം കേട്ടു. ഞാൻ കസേരയിൽ നിന്ന് തെറിച്ചുപോയി. വായുവിൽ 2-3 പ്രാവശ്യം കറങ്ങി നിലത്തു വീണു. എണ്ണിറ്റ് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. ശരീരത്തിൽ ചെറിയ മുറിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അമേരിക്കൻ പട്ടാള ഡോക്ടർമാരുടെ പരിശോധനയിൽ അദ്ദേഹത്തിനും സഹോദര സന്യാസികൾക്കും റേഡിയേഷനിൽ നിന്നുണ്ടായ യാതൊരു പ്രശ്നവും ഉള്ളതായി കണ്ടെത്താനായില്ല. എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതിന് ഫാദർ ഹ്യൂബർട്ട് ഷിഫറിനും സഹോദരന്മാർക്കും ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ഞങ്ങൾ ഫാത്തിമയിൽ മാതാവ് നൽകിയ സന്ദേശം അനുസരിച്ചാണ് ജീവിച്ചത്. അനുദിനം ഈ യുദ്ധക്കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ആദ്യം ബോംബിട്ടതിനു ശേഷവും ജാപ്പനീസ് ഗവൺമെന്റ് കീഴടങ്ങാൻ തയ്യാറായില്ല. അതിനാൽ ആഗസ്റ്റ് 9 നാഗസാക്കിയിൽ വീണ്ടും അണുബോംബ് പതിച്ചു. ജപ്പാനിലെ 2/3 ഭാഗം ക്രിസ്ത്യാനികളും താമസിച്ചിരുന്ന സ്ഥലമാണ് നാഗസാക്കി. ഇവിടെയും വലിയൊരു അത്ഭുതം സംഭവിച്ചു. നാഗസാക്കിയിൽ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ സന്യാസ ഭവനമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് അതിയായ ഭക്തിയുണ്ടായിരുന്ന മാക്സിമിലിയൻ കോൾബെ മറ്റു പലരും നിർദ്ദേശിച്ചതിൽ നിന്ന് വിഭിന്നമായി സ്വന്തം തീരുമാനപ്രകാരമാണ് പ്രസ്തുത ഭവനത്തിന്റെ സ്ഥാനം നിശ്ചയിച്ചത്. ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്തതുകൊണ്ട് മാത്രം ഒരു മലയുടെ മറവ് അണുബോംബിന്റെ പ്രഹരത്തിൽ നിന്ന് ഈ ഭവനത്തെയും സംരക്ഷിച്ചു. പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെടുന്നത് 1917 ഒക്ടോബർ 13 ഫ്രാൻസിസും ജസീന്തയും ലൂസിയും അവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളോടൊപ്പം സൂര്യന്റെ നിറം മാറുന്നതും ഭൂമിയിൽ നിപതിക്കുവാൻ തുടങ്ങുന്നതും തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയുണ്ടായി. പലരും ലോകാവസാനമാണെന്ന് കരുതി. എന്നാൽ എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് സൂര്യൻ പതിയെ മടങ്ങിപ്പോയി. എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് ഫാത്തിമ മാതാവ് നൽകിയ സന്ദേശം. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും സത്പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തികളും ധാരാളമായി ചെയ്യണമെന്നും പരിശുദ്ധ ദൈവമാതാവ് നിർദ്ദേശിച്ചിരുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തിയവരെ അണുബോംബ് വീണ സ്ഥലത്തുനിന്നു പോലും ദൈവം സംരക്ഷിച്ചതിന്റെ അടയാളങ്ങൾ നമ്മുടെയും കണ്ണു തുറപ്പിക്കട്ടെ. ദൈവത്തിനു സ്തുതി.